ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെ പോകാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മംഗലാപുരം വരെ പോവാണ്. ഞങ്ങൾ അവിടെ ആട്ടോ പഠിച്ചത്. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയും ഞങ്ങൾ അവിടെ പഠിച്ചതൊക്കെ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഗ്രാജുവേഷൻ ഡേ ആണ് നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അതുപോലെ തന്നെ കുഞ്ഞുമണി ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ പോവുക. കുഞ്ഞുമണിയുടെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ്. അപ്പോൾ എന്താവും, ഇങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ നൈറ്റൊന്നും അങ്ങനെ മാറി നിന്നിട്ടില്ലാത്തതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. വഴക്കിടുവോ എന്തൊക്കെയാണെന്ന് അറിയില്ല. ഞങ്ങൾ കാറിലാട്ടോ ചെങ്ങന്നൂർ വരെ പോയത്. നമ്മളുടെ വീട് റാന്നി പെരുന്നാടാണേ. അവിടെ നിന്ന് കാറിലാണ് ചെങ്ങന്നൂർ വരെ പോയത്. പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാറിൽ കുറച്ച് സീനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുഞ്ഞുമണി ട്രെയിനൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ടാട്ടോ ഇറങ്ങി. ഞങ്ങൾക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ. അപ്പം ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ നല്ലപോലെ കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് വിശപ്പൊന്നുമില്ല. അമ്മയ്ക്ക് ഫുഡ് മേടിച്ചു കൊടുത്തു. അമ്മ അവിടെ ഇരുന്ന് കഴിക്കുവാണ്. 9:30 ട്രെയിൻ. രാത്രി 9:30 ട്രെയിന്. പിറ്റേന്ന് 10:30 നമ്മളവിടെ ചെല്ലും. അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടെ വന്ന് അരമണിക്കൂർ പോസ്റ്റൊന്നുമില്ല. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഒക്കെ നമുക്ക് ബോറടിയൊന്നുമില്ല. ഇങ്ങനെ പോകുന്നു. തേർഡ് AC ആട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇങ്ങോട്ട് വരാൻ നേരം സെക്കൻഡ് AC ബുക്ക് ചെയ്തത്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴും സെക്കൻഡ് AC തന്നെ ചെയ്താൽ മതി. നമുക്ക് കുറച്ചുകൂടി നമുക്ക് പ്രൈവസിയും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. എനിക്ക് എന്തോ അവിടെ എന്തോ വെയിറ്റിംഗ് ലിസ്റ്റ് എന്തോ കാണിച്ചു. അങ്ങനെ എന്തോ സംതിങ് ആണ് ഞാൻ ചെയ്തത്. പിന്നെ രാത്രിയല്ലേ, 9:30 ആയതുകൊണ്ട് രാത്രി പൊതുവെ കുഞ്ഞ് ഉറങ്ങുന്നൊരു ടൈമാണ്. ഫുള്ള് പകലല്ലല്ലോ. തിരിച്ചു വരാൻ തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കാണ് കയറുന്നത്. അതുകൊണ്ട് എന്തായാലും ഉണർന്നിരിക്കുന്ന കുറേ ടൈമുണ്ട്. അതുകൊണ്ടും കൂടി ഞങ്ങൾ സെക്കൻഡ് AC ഇങ്ങോട്ട് ചെയ്തത്. അതാകുമ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ട് നമുക്ക് ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. 9:30 ലേറ്റായി. 9:45 10 മണിയോളം ആയി ട്രെയിൻ വന്നപ്പോൾ. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ കുഞ്ഞിന് പാമ്പേഴ്സൊക്കെ മാറ്റി കുഞ്ഞിനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഞങ്ങൾ കിടന്നു ഉറങ്ങി. വിചാരിച്ച പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് നല്ല സുഖമായിട്ട് ഇറങ്ങി. ഞാനും അത്യാവശ്യമൊക്കെ ഉറങ്ങി. അങ്ങനെ രാവിലെ എണീറ്റ് കുഞ്ഞുമണി ട്രെയിനിലെ കാഴ്ചയൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുവാണ്. കളിക്കാനാണെങ്കിൽ ഞങ്ങൾ ഒരു സാധനമൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. മറ്റേ സ്പിന്നർ, അതിലൊട്ടിക്കുന്നൊരു സ്പിന്നറുണ്ട്, അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. രാവിലെ ഞങ്ങളപ്പോൾ ഇഡലിയാണ് മേടിച്ച് കഴിച്ചത്. ഞാനും അമ്മയും കഴിച്ചു. രവി കഴിച്ചില്ല, കാരണം രവി എണീറ്റിട്ടില്ലായിരുന്നു. ഞങ്ങളിത് വാങ്ങി വെച്ചപ്പം അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിയില്ല. പൊതുവെ ട്രെയിനിൽ ഫുഡ് മേടിക്കാറില്ല. പക്ഷേ പഴയ ഒരു സിസ്റ്റം വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ വൃത്തിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാലും വിശപ്പ് കൊണ്ടങ്ങ് മേടിച്ച് പോയതാ. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു, വടയുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ പൊതുവെ ട്രെയിനിലുള്ള ഫുഡൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അതുപോലെ വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല. പക്ഷേ ഇത് നല്ല ഫുഡായിരുന്നു, നല്ല ഇഡ്ഡലിയായിരുന്നു. ഇന്ന് തന്നെയാണ് ചെന്നിട്ട് അവിടെ പരിപാടി. എന്നിട്ട് ഞങ്ങൾ നാളെ തന്നെ തിരിച്ചു കയറുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൂടി ഒറ്റ വീഡിയോസിൽ ഞാൻ അങ്ങ് ഒതുക്കുകയാണ്. കാരണം അവിടെ ചെന്നിട്ട് ഗ്രാജുവേഷൻ്റെ ടൈമാണെങ്കിലും കുറച്ച് ബിസി ആയിപ്പോയി. ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ രാവിലെ എണ്ണീറ്റ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വെറുതെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ 8 മണിയായപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് കഴിച്ചു. കാരണം രാത്രി തലേദിവസം ഞാൻ പറഞ്ഞില്ല റിസപ്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് വൈകിട്ട് 6:30 ആയപ്പോഴേ കഴിച്ചതാണ് ഫുഡ്. പിന്നെ എന്തൊക്കെയോ ടേസ്റ്റ് ചെയ്തു. അതല്ലാണ്ട് വലുതായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. പിന്നെ അതുകൊണ്ട് നേരത്തെ വിശന്നിട്ടുണ്ട്. 8 മണിക്ക് കഴിച്ചു. ഇനിയിപ്പോൾ 10:30 നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തത്തുള്ളൂ, മാംഗ്ലൂർ. 10:30 അവിടെ എത്തിയാൽ തന്നെ നമ്മൾ വണ്ടി പിടിച്ച് നമ്മുടെ സ്പോട്ടിലെത്തണമെങ്കിൽ മാംഗ്ലൂരിൽ നിന്ന് 1 hour ഉണ്ട് നമ്മുടെ കോളേജിൻ്റെ അവിടോട്ട്. അവിടെ എത്തണമെങ്കിൽ പിന്നെയും പോകണം. അപ്പോൾ പിന്നെ ഒരു 12 മണിയൊക്കെ ആവും. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. പുള്ളി കാറും കൊണ്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടെന്ന് വെച്ചാൽ നേരത്തെ അമ്മയും ഞങ്ങൾ 3 പേര്, ഞങ്ങൾ മൊത്തം 4 പേര് ഞങ്ങൾ അവിടെ ആയിരുന്നു താമസിച്ചത്. അപ്പം താമസിച്ചതിൻ്റെ തൊട്ട് നമ്മുടെ നെയ്ബറായിട്ട് വരും അവർ. അപ്പം ആ പുള്ളി ആ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ചേട്ടൻ വന്ന് അവിടെ നിൽപ്പുണ്ട്. അരമണിക്കൂർ നേരത്തെ പുള്ളി വന്നവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ പരിപാടി എന്ന് പറയുന്നത് ഒരു 6 മണിയൊക്കെ ആവും. നമുക്കവിടെ ചെന്നിട്ട് ഫ്രഷായി ചെല്ലാനുള്ള സമയമുണ്ട്. അങ്ങനെ കുഞ്ഞുമണി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. പുള്ളിക്കാരന് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയില്ലേ. എന്നും വീട്ടിൽ തന്നെ കിടന്ന് നമ്മുടെ ചുറ്റുപാടൊക്കെ കണ്ടിട്ട് പോയപ്പോൾ നല്ല സന്തോഷമായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഭയങ്കര ഹാപ്പിയായിരുന്നു.
അത് കാണിച്ചു അങ്ങനെ ഞങ്ങളൊരു 10:30 ആയപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാട്ടോ. സാധാരണ നമ്മൾ നേരത്തെ മാംഗ്ലൂർ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ വെയിറ്റിംഗ് റൂമിൽ കയറി ഫ്രഷൊക്കെ ആയി അവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോവാറ്. പക്ഷേ ഈ വട്ടം കുഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നില്ല. ഡയറക്റ്റ് വണ്ടി കയറി നമ്മൾ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി ലാഗ് അടിക്കാൻ പറ്റുന്ന കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടില്ലേ. അതുപോലെ എല്ലാവരും മുഷിഞ്ഞിരിക്കുന്നതുകൊണ്ടും അവിടെ പോയപ്പോൾ അവിടെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. റൂമിലെത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക റൂം. അങ്ങനെ അവിടെ പോസ്റ്റായി. അരമണിക്കൂർ പോയിരുന്നപ്പോൾ ദേഷ്യവും വന്ന് നമ്മളത്രയും ടയേർഡായി ചെന്ന് കയറിയപ്പോൾ പിന്നെ നമ്മളൊന്നും പറഞ്ഞില്ല. ആ സമയത്താണെങ്കിൽ എനിക്കാണെങ്കിൽ വിശക്കാനും തുടങ്ങി. രാവിലെ 2 ഇഡ്ഡലി കഴിച്ചല്ലേ, എനിക്കതൊന്നും കഴിച്ചാൽ പോരാ, എനിക്ക് നല്ല നല്ല ഫുഡ് കഴിക്കണം. റൂമിൽ വന്നിട്ടൊക്കെ നല്ല വൃത്തിക്ക് ഫ്രഷായിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു പിന്നെ ഞാൻ പോയി വെള്ളമൊക്കെ മേടിച്ച് ലേസൊക്കെ മേടിച്ച് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു. അതുപോലെ പുറത്ത് നല്ല പൊരിഞ്ഞ വെയിലായതുകൊണ്ട് നല്ല ചൂടുമായിരുന്നു. പിന്നെ റൂമിൽ വന്നപ്പോഴാണ് അമ്മ ഓർക്കുന്നത് അമ്മ മേടിച്ച പുതിയ ഡ്രസ്സിൻ്റെ ഷോൾ അമ്മ എടുക്കാൻ മറന്നുപോയത്. പിന്നെ പുതിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയും അവളും കൂടി പുറത്തോട്ട് ചെന്ന് ആ സമയത്ത് ഞങ്ങൾ ഫ്രഷായി. കുഞ്ഞുമണിക്ക് റൂമും സെറ്റപ്പും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളി ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഞങ്ങൾ കോളേജിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുക. ഇവർ നേരത്തെ പോകും, കാരണം ഇവർക്ക് ഗൗണൊക്കെ വാങ്ങണം. 2 മണിയാകുമ്പോൾ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞ് നമ്മളൊരു 5 മണിയൊക്കെ ആയിട്ടേ പോകുന്നുള്ളൂ. നമുക്ക് അവിടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, നമ്മൾ താമസിച്ചെടുത്ത നെയ്ബർ, നമ്മൾ എപ്പോഴും ടച്ചുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും കൂടെ അപ്പം ഇവർ കോളേജിൽ പോകുന്ന സമയത്ത് റെഡി ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് കോളേജിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കും കറണ്ടില്ല, ഭയങ്കര ചൂട്, അങ്ങനെ ആകെ സീനായി. കുഞ്ഞുങ്ങളുണ്ട്, നല്ല ചൂടായിരുന്നു, നമുക്ക് തന്നെ ദേഷ്യം വരും. അങ്ങനെ ഞങ്ങളിവിടുന്ന് കോളേജിലൊക്കെ പോയി 2 പേരുടെയും ഇതൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ തിരിച്ചിങ്ങ് റൂമിൽ വന്നു. ഞങ്ങൾ കോളേജിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി. അവളവിടെ തന്നെയാണ് ഇപ്പോഴും ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും ഇങ്ങ് പോന്നിട്ട് 3 വർഷമായി. അപ്പം ഞങ്ങൾ പഴയ ഒരു വൈബൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് രാത്രിയിലൊന്ന് ജസ്റ്റ് പുറത്തോട്ടിറങ്ങി ഫുഡൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് തിരിച്ച് കയറും. ഉച്ചയ്ക്ക് കയറിയാൽ പിന്നെ നമ്മൾ പിറ്റേന്ന് വെളുപ്പിന് 1-2 മണിയാകുമ്പോഴൊക്കെ നമ്മൾ ചെങ്ങന്നൂരെത്തും. ഇതായിരുന്നു നമ്മുടെ ഈവനിങ് സ്പോട്ട്. കോളേജ് ടൈമിലായിരുന്നപ്പോൾ
ഞങ്ങൾ വൈകിട്ട് തന്നെ പിറകി നടന്നിട്ട് ഇവിടെ വന്നാണ് നിൽക്കുന്നത്. പൈപ്പില്ലേ മറ്റേ പൈപ്പിൽ നിന്ന് വരുന്ന നാരങ്ങാവെള്ളം. എന്താണ് കണ്ടോ അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് എണീറ്റ് ചെക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഗൈസ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു, അയ്യോ മംഗലാപുരത്ത് പോകണം, കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയാണ് പോകണം. അങ്ങനെ പോയി തിരിച്ചും വന്നു, എല്ലാം കഴിഞ്ഞു വളരെ പെട്ടെന്ന്. തിരിച്ചു വന്നപ്പോൾ പോയതിനെക്കാട്ടി നല്ല സ്മൂത്തായിരുന്നു കേട്ടോ. ട്രെയിനിൽ നമുക്ക് കുറച്ചുകൂടി, ഞാൻ പറഞ്ഞല്ലേ, അടിപൊളിയായിരുന്നു. അപ്പോൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പോയതിൻ്റെ. ഇടയ്ക്ക് ഒരുപാട് വീഡിയോസ് എനിക്ക് എടുക്കാനുണ്ട്, പക്ഷേ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടില്ല. കാരണം കുഞ്ഞൊക്കെ കയ്യിലുള്ളതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ചാച്ചാ, ബൈ ബൈ, സി. ഇനി അടുത്ത കൂറ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Push me. Hi.